ആധുനിക കാലഘട്ടം മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിർണായകമായ സ്വാധീനം ഇതിനകം ചെലുത്തിക്കഴിഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും പുതിയ സംസ്കാരങ്ങളും ജീവിത രീതികളും നവീന ചിന്താഗതികളും അപകടകരമായ ഒരു ശൈലിയിലേക്കാണ് നമ്മുടെ യുവതലമുറയെ കൈപിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാർമ്മിക അപചയങ്ങളും മൂല്യശോഷണവുമാണ് മനുഷ്യ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഏത് പുത്തൻ മാറ്റങ്ങളെയും വേഗത്തിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കൗമാരപ്രായക്കാരും യുവജനങ്ങളും വെമ്പൽ കൊള്ളുകയാണ്. ഇന്നത്തെ പുത്തൻ പ്രവണതകൾ ഒരു കാലഘട്ടത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിനുള്ളിൽ പങ്കിട്ടിരുന്ന ലൈംഗികത എന്ന ദൈവദത്തമായ വികാരം ഇന്ന് ഉത്തര ആധുനിക കാലഘട്ടത്തിൽ വികലമായ ചിന്താഗതിയായി മാറ്റപ്പെട്ടു എന്നതാണ് വലിയൊരു സത്യം. മറ്റൊരർത്ഥത്തിൽ എവിടെയും ലൈംഗികതയുടെ അതിപ്രസരം ദൃശ്യമാണ്. ഒരു പുസ്തകമോ മാസികകളോ പത്രമോ, എന്തിനേറെ ഒന്നാം ക്ലാസ്സുകാരൻ്റെ നോട്ട്ബുക്കിൻ്റെ പുറം ചട്ടകൾ വരെ ലൈംഗികതയുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങളോ വാക്കുകളോ സൂചനകളോ ദൃശ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രായപൂർത്തിയായവർ മനസ്സിലാക്കിയിരുന്ന ലൈംഗികതയുടെ ആദ്യ പാഠങ്ങൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും കാണാപ്പാഠം. യുവജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും മൃദുല വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് അരുതാത്ത പല പ്രവർത്തികളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ പ്രധാന പങ്കും വഹിക്കുന്നുണ്ട്. ശ്രവ്യമാധ്യമങ്ങളിൽ നിന്നും ദൃശ്യമാധ്യമങ്ങളിലേക്ക് പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് ലൈംഗികതയുടെ പ്രചാരണം അതിവേഗത്തിലാക്കിയത്. ടെലിവിഷൻ പോലുള്ള ദൃശ്യമാധ്യമങ്ങളിലെ നിയന്ത്രണങ്ങളെപ്പോലും വേഗത്തിൽ മറികടന്നുകൊണ്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ വരവ് അധാർമികമായ ലൈംഗിക സംസ്കാരത്തെ പരിപോഷിപ്പിക്കുവാൻ സഹായകമായി തീർന്നിട്ടുണ്ട്. ചില കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് വികലമായ ലൈംഗിക സംസ്കാരത്തിൻ്റെ വക്താക്കൾ. അവ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇളം മനസ്സിൽ ദുസ്വാധീനം ചെലുത്തുന്നു എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 10 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി സ്വന്തം അയൽപക്കത്ത് താമസിക്കുന്ന 3 വയസ്സുള്ള പിഞ്ചു ബാലികയെ അതിദാരുണമായി പീഡിപ്പിച്ചതിന് ശേഷം കൊന്ന് കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിരുന്നു. ഈ കൃത്യത്തിന് ശേഷം രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് പിടിയിലാവുക. ഈ കൃത്യം ചെയ്യുവാനുണ്ടായ ചേതോവികാരം എന്താണ് എന്ന യാഥാർത്ഥ്യം പോലീസ് അവനോട് ചോദിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നത്. സഹപാഠികളിൽ നിന്ന് ലഭിച്ച അശ്ലീല സീഡികളും മാസികകളുമാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് അവൻ തുറന്നു പറയുകയുണ്ടായി. ലൈംഗികതയെ വികലമായി ചിത്രീകരിച്ച് ഇന്നത്തെ തലമുറയെ കുറ്റകൃത്യങ്ങളിലേക്കും പല അരുതാത്ത ചെയ്തികൾക്കും കാരണക്കാരായി മാറ്റുവാൻ പൈങ്കിളി സാഹിത്യങ്ങൾക്കും അശ്ലീല സീഡികളും അരുതാത്ത സൗഹൃദങ്ങൾക്കും കാരണമാകുന്നു. സ്നേഹവും കടപ്പാടുകളും ഐക്യതയും കൊണ്ട് ഊട്ടിയുറപ്പിക്കപ്പെട്ടിരുന്ന കുടുംബം എന്നൊരാശയം ഇന്ന് ആധുനികതയുടെ പരിവേഷത്താൽ മറ്റു പല ചിന്താഗതികൾക്കും അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നത്തെ പ്രണയബന്ധങ്ങളുടെയും സ്ഥിതി വ്യത്യസ്തമല്ലല്ലോ. യൂസ് ആൻഡ് ത്രോ എന്ന ആധുനിക ജീവിത ശൈലി കുടുംബ ബന്ധങ്ങളിലേക്കും പ്രണയബന്ധങ്ങളിലേക്കും വ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുവാനും പുതിയതിനെ നേടിയെടുക്കുവാനുമുള്ള ഈ പുത്തൻ സംസ്കാരം നമ്മുടെ യുവത്വത്തെ സ്വാധീനിച്ചു കഴിഞ്ഞു. നിസാര പ്രശ്നങ്ങൾക്ക് വിവാഹമോചനം നേടുന്നവരുടെ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ ഇത്തരം മനോഭാവങ്ങളാണ് എന്ന് വേണം കരുതാൻ. പാവനമായ കുടുംബജീവിതത്തെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നത് ദൈവിക കൽപ്പനകൾക്ക് വിരുദ്ധം തന്നെയാണ്. സ്വവർഗ പ്രണയം എന്ന പ്രവണത ആധുനിക യുഗത്തിൽ യുവജനങ്ങളിൽ വൻ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. കുടുംബം എന്ന ദൈവിക പദ്ധതിക്ക് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് സോദോം ഗൊമോറ സംസ്കാരം നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വവർഗ വിവാഹങ്ങൾക്ക് വൻ അംഗീകാരവും പ്രാധാന്യവുമാണ് ലഭിച്ചിട്ടുള്ളത്. സ്വവർഗ പ്രണയവും സ്വവർഗ ലൈംഗികതയും ഇന്നത്തെ തലമുറകൾക്ക് അരാജകത്വവും അനാരോഗ്യപരമായ ജീവിത ശൈലി മാത്രമേ സമ്മാനിക്കുകയുള്ളൂ എന്നതല്ലേ യാഥാർത്ഥ്യം. ലൈംഗികത മാറ്റി നിർത്തിയുള്ള പ്രണയബന്ധങ്ങൾ ഇന്ന് കുറവ്. വിവാഹത്തിന് മുമ്പ് തന്നെ ലൈംഗികതയുടെ പുത്തൻ പരീക്ഷണങ്ങൾ നടത്തുവാൻ യുവതി യുവാക്കൾ തയ്യാറാണ് പോലും. ഇത്തരത്തിലുള്ള പ്രവണത യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കോളേജ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരോ ലൈംഗിക ചെവിയുള്ള സംസ്കാരങ്ങളിലോ സ്പർശനങ്ങളിലോ ഏർപ്പെടുന്നവരാണ് മിക്കവരും. 28% പേർ സ്വാഭാവികമായും ബാക്കി നിർബന്ധത്താലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുക. കൗതുകത്തിന് വേണ്ടി തുടങ്ങുന്ന ഇത്തരം ബന്ധങ്ങൾക്ക് ക്രമേണ അടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുക. പാശ്ചാത്യ നാടുകളിൽ വിവാഹത്തിന് മുമ്പ് അടുത്തിടപഴകുവാനും പരസ്പരം മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഡേറ്റിംഗ്, സ്വകാര്യമായി കണ്ടുമുട്ടുക, പേറ്റിംഗ്, ലൈംഗിക വീഴ്ചയല്ലാത്ത ശാരീരിക സമ്പർക്കം എന്നിവ
നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയിതാക്കൾ ഇരുവരും വിവാഹം കഴിക്കുവാൻ തീരുമാനം എടുത്തിരിക്കുന്നത് കൊണ്ട് ലൈംഗികതയുടെ കാര്യത്തിൽ തുറന്ന മനോഭാവം തെറ്റില്ല എന്ന് ചിന്തിക്കുന്നവരും ഇന്ന് നമ്മുടെ ഇടയിൽ കുറവല്ല. വിവിധ കാരണങ്ങളാൽ മിക്ക പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ ചെന്നെത്താത്തതുകൊണ്ട് പിന്നീട് കുറ്റബോധം നിറഞ്ഞ മനസ്സിനും കടുത്ത മാനസിക വ്യതകൾക്കും അടിമകളായി മാറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണപ്പെടുക. ഒരുമിച്ച് ജീവിക്കാം, പക്ഷേ വിവാഹമേ വേണ്ട എന്ന ചിന്താഗതിക്കാരാണ് കൂടുതലും. പാശ്ചാത്യ നാടുകളിൽ മാത്രം സർവ്വസാധാരണമായിരുന്ന ഈ ജീവിത രീതി ഇന്ന് ഇന്ത്യയിലെ വൻ നഗരങ്ങളിലും വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. വിവാഹം ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും ഒരുമിച്ച് ജീവിക്കുന്നതോടൊപ്പം ശാരീരികമായ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച. വിവാഹ ജീവിതത്തിലെ കൂട്ടുത്തരവാദിത്തങ്ങളും കടമകളും പരസ്പരം നിവർത്തിക്കുവാനാവാതെ ജീവികൾ വിരസമായാൽ ആ ബന്ധം ഉപേക്ഷിച്ച് പുതിയത് തേടുകയും ചെയ്യുന്നുണ്ട്. സമൂഹത്തോടും മൂല്യങ്ങളോടും എന്തിനേറെ സ്വന്തം ജീവിതത്തോട് പോലും ധാർമ്മിക ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും പുലർത്തുവാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം സമൂഹത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ ഏകപിതൃത്വം ഉളവാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഏറെയാണ്. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടുന്നവരാണ് മാതാവും പിതാവും. എന്നാൽ ഇവിടെ മാതാവിൻ്റെ കൂടെയോ പിതാവിൻ്റെ കൂടെയോ തനിച്ച് വളരുന്ന കുഞ്ഞുങ്ങളിൽ വ്യക്തി വൈകല്യങ്ങളും മാനസിക പ്രശ്നങ്ങളും ചെറുപ്രായത്തിൽ ഉടലെടുക്കുന്നു. മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ വളരേണ്ടുന്ന കുഞ്ഞുങ്ങൾക്ക് വ്യക്തിത്വ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യം ലഭിക്കാതെ അവർ കുറ്റകൃത്യങ്ങളിലേക്കും അനാരോഗ്യപരമായ ബന്ധങ്ങളിലേക്കും ചെന്നെത്തപ്പെടുകയാണ്. 2010കളിൽ അമേരിക്കയിൽ കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകളിൽ വൻ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പ്രായമുള്ള യുവജനങ്ങളിലും കൗമാരക്കാരിലും ഭൂരിപക്ഷ പേരും ഏക പിതൃത്വമുള്ളവരോ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയവരോ ആണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവട്ടെ.